പക്ഷെ അനൂപ്, എന്താ നിങ്ങളുടെ പരിപാടി എന്നതുപോലെ തന്നെ ആരാ നിങ്ങളുടെ നേതാവ് എന്ന മുദ്രാവാക്യത്തിനും പ്രസക്തി ഉണ്ടല്ലോ. ഇന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട കമൻറ്റ് മുൻ KPC പ്രസിഡന്റ് കെ സുധാകരൻ്റെതാണ്. അദ്ദേഹം ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുക രമേശ് ചെന്നിത്തലയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒന്ന് പിണറായി വിജയനായിരിക്കും LDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പുറത്ത് ആരാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ ഓരോരുത്തർ ഓരോ പേര് പറയുന്ന സാഹചര്യമുണ്ട്. രമേശ് ചെന്നിത്തലയാണ് ഞാൻ പിന്തുണയ്ക്കുന്നത് എന്ന് മുൻ KPC പ്രസിഡന്റ് പറയുമ്പോൾ ഇപ്പോഴത്തെ ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡർ VD സതീശനെ പിന്തുണയ്ക്കുന്നവരുണ്ടാവും, KC വേണുഗോപാൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഈ 5 ദിവസത്തെ ഡൽഹി നാടകം കണ്ടവരാണ്. അപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ക്ലിയർ നേതാവിനെ, ലീഡറെ പ്രൊജക്റ്റ് ചെയ്യാനില്ല എന്നൊരു പ്രശ്നം കൂടി നിങ്ങൾ നേരിടുന്നുണ്ട്. തീർച്ചയായും അതിലേക്കൊക്കെ ഞാൻ വരാം അഭിലാഷേ. അതിനുള്ള മറുപടി പലതവണ പറഞ്ഞാണ്, ഇപ്പോഴും പറയാൻ തയ്യാറാണ്. അതിനു മുമ്പ് ബഹുമാന്യനായ ഗോപൻ ഇവിടെ കോൺഗ്രസിൽ നിന്ന് പോയ ആളുകൾ BJPയിൽ അദ്ദേഹം പറയട്ടെ. പക്ഷെ അദ്ദേഹം അത് പറയുമ്പോൾ അത് പറയാനുള്ള എന്ത് ഗ്രൗണ്ട് അദ്ദേഹത്തിനുള്ളത്? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സിറ്റിംഗ് MLAയെ NDAക്ക് BJPക്ക് സംഭാവന ചെയ്ത മുന്നണിയുടെ പേര് എന്ന് പറയുന്നത് LDF. ഈ നാട്ടികയിൽ CC മുകുന്ദൻ, വൈക്കത്ത് മുൻ MLA അജിത്ത്, ഇനി അതൊക്കെ CPI ആണെന്ന് വെക്കാം. S രാജേന്ദ്ര ആരുടെ പാർട്ടിയാ? അത് ഇവിടെ ഈ പറയുന്ന ഗോപന്റെ പാർട്ടിയല്ലേ. ഗോപൻ ഇതങ്ങ് ചർച്ച ചെയ്യുമ്പോൾ ഗോപന്റെ പാർട്ടിയിൽ നിന്ന് ആരും പോകാത്ത പോലെ ആദ്യമായി കേരളത്തിൻ്റെ ഇതപര്യന്തമുള്ള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു MLA, LDFൻ്റെ ഭാഗമായി നിൽക്കുന്ന MLA സ്ഥാനവും അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗത്വവും രാജിവെക്കാതെ BJPയുടെ ഭാഗമായി നിന്നിട്ടാണ് NDAയിലേക്ക് പോയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന ആളുകൾ വിലയിരുത്തില്ലേ. ചരിത്രം നമുക്ക് പരിശോധിക്കാം. ആദ്യമായി ഒരു കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിങ്ങളുടെ രണ്ട് പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ അനൂപ് തൃശ്ശൂരല്ലേ ഇരിക്കുന്നത്. തൃശ്ശൂർ കഴിഞ്ഞ തവണ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച പത്മജ വേണുഗോപാൽ ഇത്തവണ താമര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അങ്ങനെ എത്ര പേർ കഴിഞ്ഞ തവണ കൈപ്പത്തിയിൽ മത്സരിച്ച എത്ര പേർ കഴിഞ്ഞ തവണ കൈപ്പത്തി, ഇത്തവണ താമര. അപ്പുറത്തുണ്ട്, ഇപ്പോഴും അപ്പുറത്തുണ്ട് CC മുകുന്ദനുണ്ട്, S രാജേന്ദ്രനുണ്ട്, മറ്റു പലരുണ്ട്. ഇത് നിങ്ങൾ രണ്ട് കൂട്ടരുടെ ഭാഗത്തു നിന്നും BJPയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതിൽ വല്ല കഥയുണ്ടോ? അതെ, അല്ല അങ്ങനെ വേണമെങ്കിൽ കാണാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു കുടുംബത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, വിസ്തരിച്ച് പറയാം. വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹം BJDSന്റെ നേതാവല്ലേ, NDAയുടെ ഘടകകക്ഷിയുടെ നേതാവല്ലേ. അദ്ദേഹം ചെക്ക് കേസിൽ ഗൾഫിൽ ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തെഴുതിയെന്നേ. എന്താ ഇവർ തമ്മിലുള്ള ബന്ധം? ഇത്ര തുഷാർ വെള്ളാപ്പള്ളിയും ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറയുമ്പോൾ ഇവർ പറയുന്നത് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആണെന്നല്ലേ. അത് വേണമെങ്കിൽ വാദത്തിന് വേണ്ടിയെങ്കിലും സമ്മതിക്കാം, അദ്ദേഹം നടത്തുന്ന നീക്കങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷെ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി, ഒരു NDA ഘടകകക്ഷി നേതാവിന് വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി കത്തെഴുതിയ സാഹചര്യമാണെന്നേ. ഇത് ഹിഡൻ ആയിട്ടുള്ളതല്ല, ഒളിച്ചു വെക്കപ്പെട്ട ബന്ധമല്ല, പരസ്യമായി NDAയുമായി ബാന്ധവത്തിൽ ഏർപ്പെടുന്ന ഒരാളാ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. പാർട്ടിയിൽ നിന്ന് പോയ കഥകൾ നിൽക്കട്ടെ, അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ BJPയുടെ പ്രതിനിധി എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്നാ. ഞങ്ങൾ എതിർത്ത പോലെ അങ്ങയുടെ പാർട്ടി എതിർത്തിട്ടുണ്ടോ? ആ വിഷയത്തിൽ ജയിലിൽ പോയത്, സമരം ചെയ്തത് ആരാ? കോൺഗ്രസ്സാ, കോൺഗ്രസിന്റെ ആളുകളാ, യൂത്ത് കോൺഗ്രസിന്റെ ആളുകളാ. നിങ്ങൾ പേരിന് വേണ്ടി ഒരു പ്രതിഷേധ നാടകം ഉയർത്തിയെന്നല്ലാതെ ഏതെങ്കിലും BJPക്കാരൻ, ഏതെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്തുകാരൻ, ഏതെങ്കിലും ഹിന്ദു ഐക്യവേദിക്കാരൻ ഈ വിഷയത്തിൽ സമരം ചെയ്ത് ജയിലിൽ പോയിട്ടുണ്ടോ? ഇവിടെ സത്യത്തിൽ പിണറായി വിജയന്റെ വലിയ സൗജന്യമല്ലേ സംഘപരിവാറിന് കിട്ടിയത്? അദ്ദേഹം കണക്ക് പറഞ്ഞു, ശരിയാണ്. ഷിമോഗയിൽ നിന്ന് ആളുകൾ കാൽനടയായി പോകുന്നുണ്ട്, കർണാടകത്തിൽ നിന്ന് പോകുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് പോകുന്നുണ്ട്, ആന്ധ്രയിൽ നിന്ന് പോകുന്നുണ്ട്, തെലങ്കാനയിൽ നിന്ന് പോകുന്നുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്ന് പോകുന്നുണ്ട്, UPയിൽ നിന്ന്. അങ്ങനെ അത്രമാത്രം അയ്യപ്പ ഭക്തന്മാർ വരുന്നുണ്ടോ? ഈ ഒരു മുഖ്യമന്ത്രിമാർക്കും കൊടുക്കാത്ത ഒരു വലിയ ആനുകൂല്യം യോഗി ആദിത്യനാഥിന് കൊടുത്ത മുഖ്യമന്ത്രിയാണെന്നേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഏതെങ്കിലും BJP മുഖ്യമന്ത്രിയെ കൊണ്ടുവരണമെങ്കിൽ കുറച്ചുകൂടി ആദിത്യനാഥിനേക്കാൾ വർഗീയത കുറഞ്ഞ ആളുകളില്ലേ. പക്ഷേ മുസ്ലിങ്ങളുടെ വീടുകൾ ബുൾഡോസ് ചെയ്ത് തകർക്കണമെന്ന് പറഞ്ഞ യോഗി ആദിത്യനാഥിന്റെ അദ്ദേഹത്തിന്റെ സന്ദേശം ശബരിമല സന്നിധാനത്ത് കേൾപ്പിച്ച സംഘപരിവാറിന്റെ പദ്ധതി കേരളത്തിനകത്ത് ആദ്യമായി ഒരു വലിയ വിസിബിലിറ്റി, ഒരു വലിയ പ്രാധാന്യം യോഗി ആദിത്യനാഥിന് കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേരാ പിണറായി വിജയൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഡീൽ എന്ന് പറയുന്നത് ഒരു കഥയല്ലെന്നേ. നിങ്ങൾ എതിർത്തിട്ടില്ല, നിങ്ങൾ വിശ്വാസികൾ, അതിന്റെ കുത്തക അവകാശപ്പെടുന്ന ആളുകളാണല്ലോ ബഹുമാന്യനായ ശ്രീ പത്മനാഭന്റെ പാർട്ടി. നിങ്ങൾ എന്ത് സമരം ചെയ്തു? നിങ്ങൾ സമരം ചെയ്തില്ല.
നിങ്ങൾ ചില നാടകങ്ങൾ കാണിച്ചു എന്നതിലുപരിയായി അവിടെ സമരം ചെയ്ത് ജയിലിൽ പോയ പാർട്ടിയാണ് ഞങ്ങളുടേത്. ആ സമരത്തെ തുടർന്ന് ഞങ്ങൾ ഉയർത്തിയ പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഇത്തരം സംഭവങ്ങൾ വെളിച്ചത്ത് വന്നത്. നിങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഡീൽ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അത്. PS ശ്രീധരൻപിള്ള ഒരിക്കലും നിങ്ങൾ പറഞ്ഞു BJPക്ക് ഒരു സുവർണാവസരം ഒരുക്കിയെന്ന്. രണ്ടാം തവണയും BJPക്ക് സുവർണാവസരം ഒരുക്കാനുള്ള സുചിന്തിതമായ ഒരു ആക്ഷൻ പ്ലാനുമായിട്ടാണ് പിണറായി വിജയൻ വന്നത്. പക്ഷേ ശബരിമല അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് അത് നടക്കാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങൾക്ക് പറഞ്ഞേക്കൂ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനടക്കം ജനങ്ങൾ CPM-നെ പുറത്താക്കാൻ, LDF-നെ പുറത്താക്കാൻ വോട്ട് ചെയ്ത് ആർക്കാ? നിങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങൾ CPM-നെതിരെ ഒരു ഓപ്ഷനായി കരുതുന്ന കോൺഗ്രസിനെ തകർക്കണമെന്നാണ് BJPയും ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് എന്നൊരു ഓപ്ഷൻ അപ്പുറത്തുണ്ടാകരുതെന്നാണ് CPM ആഗ്രഹിക്കുന്നത്. പക്ഷെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച്, രാഷ്ട്രീയമായ വിവേകികളായ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അറിയാം, CPM-നെ അധികാരത്തിൽ നിന്ന് ഇറക്കണമെങ്കിൽ BJPക്ക് കഴിയില്ല. അവിടെ കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി അവിടെ നിലനിൽക്കുകയാണ്. ഞങ്ങൾ അത്തരം പരിപാടികളുമായി മുന്നോട്ട് വരികയാണെന്നേ. അപ്പോൾ ഇവിടെ സംഘപരിവാർ എന്താണ് ആഗ്രഹിക്കുന്നത്? സംഘപരിവാറിനെ സംബന്ധിച്ച് പിണറായി വിജയന്റെ സർക്കാർ, LDF സർക്കാർ വീണ്ടും തുടരണം. വീണ്ടും തുടർന്ന് CPM നശിക്കണം. CPM-ന്റെ ആത്യന്തികമായ നാശത്തിലൂടെ കേരളത്തിൽ ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള സ്പേസിലേക്ക് BJP വരണമെന്ന് പറയുന്ന കൃത്യമായ പദ്ധതിക്ക് വേണ്ടി വഴിയൊരുക്കാനുള്ളതാണ്. അതാണ് പല മണ്ഡലങ്ങളിലും. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, 2020-ക്ക് അടിത്തറയില്ലാത്തിടങ്ങളിൽ, BJDS-ന് അടിത്തറയില്ലാത്തിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുകയും അവിടെ ഈ പറയുന്ന CPM-ലേക്ക് വോട്ട് മറിച്ചു കൊടുക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുകയാണ്. കൊടുങ്ങല്ലൂരിന്റെ ചരിത്രം പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ 2020-യുടെ കൊടുങ്ങല്ലൂരിലെ ബേസ് എന്താ? കൊടുങ്ങല്ലൂരിൽ എത്ര പഞ്ചായത്തുകൾ 2020 ഉണ്ട്? അവിടെ കൊണ്ടുവരികയാണ്. പക്ഷെ കേരളത്തിലെ വിവേകികളായി, നേരത്തെ പറഞ്ഞു, വോട്ടർമാരെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, അവരെ കുറച്ച് കാണരുത്. ഇത്തരം നീക്കങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന അത്തരം രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ്. അവർ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് ശ്രീ പത്മനാഭനോടും ബഹുമാന്യനായ ഗോപനോടും എനിക്ക് പറയാനുള്ളത്.